ആവണിയെ ആരും എങ്ങും എവിടെയും പറഞ്ഞു വിട്ടിട്ടില്ല. അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ. തനിക്ക് വല്ലതും മനസ്സിലായോ? നാളെ ചിലപ്പോൾ കോടതിയിൽ ഇതൊന്നും ചോദിച്ചെന്ന് വരില്ല. എങ്ങാനും ചോദിച്ചാ ഇതുപോലെ തന്നെ പറയണം. ഇവിടെ മനസ്സിലായോ? മനസ്സിലായി. വക്കീലെ, കേസ് ജയിക്കുമല്ലോ അല്ലേ? ഇവിടെ താൻ എന്നെ ഒന്ന് വിശ്വസിക്കടോ. വിശ്വസിച്ച് പെറ്റീഷൻ നമ്പർ 352/24 മോഹൻ ആവണി. അരുന്ധതി വക്കീലോ? യെസ് മാം. ഇതെന്താ ഡിവോഴ്സ് കേസ് എടുത്തത്? സാധാരണ ഡിവോഴ്സ് കേസ് എടുക്കാറില്ലല്ലോ. എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് മാം. അത് ശരി, ആവണി അല്ലേ? അതെ മാഡം. ഈ ജഡ്ജി പറഞ്ഞ ആളാണല്ലേ, മിണ്ടാതിരിക്കണം. എന്നാ പിന്നെ കൗൺസിലിങ്ങിന് വിടാം അല്ലേ? യെസ് മാഡം. നാരായണ വക്കീലേ, എന്നാ ഒരു കൗൺസിലിങ്ങിന് പോട്ടെ. യെസ് മാഡം. വക്കീലെ, എനിക്കവരെ നല്ല സംശയമുണ്ട്. ആരെ? വേറെ ആര്? ആ ജഡ്ജിനെ തന്നെ. ജഡ്ജിനെയോ? അവരുടെ സംസാരം കേട്ടില്ലേ? അരുന്ധതിയെ വക്കീൽ കുറെ നാളായല്ലോ കണ്ടിട്ടെന്ന്. എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ഏട്ടാ, എനിക്കും തോന്നിയായിരുന്നു. വക്കീലേ, ആ ജഡ്ജിയെ മാറ്റിക്കാൻ വല്ല വഴിയുണ്ടോ? ജഡ്ജിനെ മാറ്റാനാ? അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയ? ട്രയല് തുടങ്ങട്ടെ. ഇവിടെ ജഡ്ജി വായും പൊളിച്ചിരിക്കും. അതുപോലത്തെ തെളിവുകളാണ് ഞാൻ അവിടെ നിരത്താൻ പോണേ. മോഹനൻ്റെ ആവണിയുടെയും കല്യാണം മുതൽ ആവണിയുടെ കുടുംബം മോഹനെ ചതിച്ചത് വരെ എല്ലാം ഞാൻ അവിടെ നിരത്തും. ഇവൻ അവളുടെ ജോലി കളയാൻ നോക്കിയതും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിക്കാൻ ശ്രമിച്ചതൊക്കെ പ്രശ്നമോ വക്കീലെ? അവസാനം കേസ് കഴിയുമ്പോ ഇവൻ ജയിലിനകത്താവോ? അതൊക്കെ നിങ്ങൾ എനിക്കിവിടെ കേസ് വാദിച്ച് വരുമ്പോൾ ഈ മോഹനോടുള്ള ദേഷ്യം കൊണ്ട് ആവണി തന്നെ സ്വന്തമായിട്ട് ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിച്ചാണെന്ന് വരുന്നു. ഈ മാളു ഇപ്പോഴും ആവണിയുടെ കൂടെയല്ലേ നിൽക്കുന്നത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, കോടതിയിൽ നേരെ അവളുടെ കൂടെയല്ലേ പോയത്? അത് നമുക്ക് പ്രശ്നമോ വക്കീലെ? ആ പ്രകാശേട്ടനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മാളൂനെ കൂട്ടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഏടത്തിയുടെ പിന്നാലെ അങ്ങ് പോയി. ഇന്ന് വരട്ടെ, ശരിയാക്കി കൊടുക്കാൻ. പറ വക്കീലെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? വക്കീലെന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും. ആവണി ഒറ്റപ്പെടും. അതുപോലെ അത് മതി വക്കീലേ, അങ്ങനെ നടന്നാ മതി. അതുപോലത്തെ ഷോ അല്ലേ അവരിവിടെ കാണിച്ചു കൂട്ടിയത്. അപ്പ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് എനിക്കും അമ്മയ്ക്കും കാണണം. അത് വേണ്ടേ മോഹനേട്ടാ? വേണം. അവൾ എൻ്റെ മുമ്പിൽ വന്ന് തല കുനിച്ച് നിൽക്കണം. എന്നിട്ട് വേണം എനിക്കവിടെ പാവയെ പോലെ തട്ടിക്കളിയാൻ. രഗ രഗ മഗ മഗ മദ രഗ രഗ രഗ